വയലറ്റ് ജേർണലിംഗ് ചെയ്യാമോ എന്നാണ് നമുക്ക് വന്ന കമൻറ്റ്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് വയലറ്റ് ജേർണലിംഗ് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു A4 ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പെയിൻറ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വാഷി ടാപ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആൻഡ്രൂവിന് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത്. കാരണം ആ കുട്ടി നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ആലിയയ്ക്കും ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാ വീഡിയോസിലും കമൻറ്റ് ഇടുന്ന ഒരാളാണ് ആലിയ. പാറ്റേൺ പേപ്പേഴ്സും വാഷി ടാപ്പും ഇവിടെ സെറ്റായി. അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വയലറ്റ് പേപ്പറിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സ് ഞാൻ വരച്ചു കൊടുത്തു. ഇനി ഇതേപോലെ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റിൽ കളർ ചെയ്ത പേപ്പറിൽ ഞാൻ ഇതുപോലെ വരയ്ക്കുക ചെയ്ത്. ഇങ്ങനെ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് കോപ്പി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അത് യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ട്രേസ് ചെയ്യാം, എങ്ങനെ ചെയ്യാം, എല്ലാത്തിനും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ആലിയയ്ക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടുന്ന ആളാണ് ആലിയ. അപ്പോൾ ആലിയയ്ക്കും കൂടിയാണ് ഞാൻ ഈ ചാനൽ ഡെഡിക്കേറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.